നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്സിൽ എനിയഗ്രാമിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ മൈക്രോനിഷ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന എനിയഗ്രാം ആണല്ലോ. ഇതാണ് എൻ്റെ ട്രെയിനിങ് പ്രോജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2012 മുതൽ എനിയഗ്രാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കൂടുതലും അതിൻ്റെ ഓർഗനൈസിങ് സൈഡിലായിരുന്നു നിന്നിരുന്നത്. പിന്നീട് നമ്മൾ ഒരു മിഷൻ 2020 എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ 2020 കൂടിയിട്ട് എല്ലാവർക്കും മാനസികാരോഗ്യം എന്നുള്ള ഒരാശയം മുൻനിർത്തിക്കൊണ്ട് ഏകദേശം ഒരുപാട് ഫാമിലിയെ, ഒരു 25,000-ന് മേളിൽ ഫാമിലിയെ നമ്മൾ എനിയഗ്രാം പഠിപ്പിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ലെവല് നമ്മളിപ്പോൾ മിഷൻ 2040 ആണ്. 2040 കൂടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഒരു ലാബ് പ്രോജക്റ്റാണ് ഇപ്പോൾ റൺ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടുതലും അതിൻ്റെ ഒരു പ്രചാരകനായിട്ട് ക്ലാസ് എടുക്കുന്നതിനൊക്കെ ഞാൻ തന്നെയായിരിക്കാം മുന്നിട്ട് നിൽക്കുന്നത്. ഇത്രയും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓവർവ്യൂ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഒന്ന് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി ഓഫ് എനിയഗ്രാം. എനിയഗ്രാമിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഒറിജിൻ എവിടെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ടോപ്പിക്ക്. പിന്നെ ഇതിൻ്റെ 9 കോർ പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്. 9 കോർ പേഴ്സണാലിറ്റി, ഇതിൻ്റെ 3 സെൻറ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹെഡ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഗട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരുടെ ക്യാരക്ടർ, സ്വഭാവ സവിശേഷതകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് പിന്നീട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ അവരുടെ വിങ്സുകളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ഇതിലേക്കാണ് ഇവർക്ക് വിങ്സിനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് ഇതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ ഗ്രോത്ത് ആരോസ്, ഏതൊക്കെ നമ്പറിലേക്കാണ്, ഏതൊക്കെ പേഴ്സണാലിറ്റിയിലേക്കാണ് നമ്മൾക്ക് വിങ്സ് ഉള്ളത്, ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് അടുത്ത ടോപ്പിക്ക്. പിന്നെ അതിൻ്റെ എനിയഗ്രാം ഒരു സെൽഫ് അവെയർനെസ്സിൻ്റെ ഒരു സമുദ്ധരണത്തിൻ്റെ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതേപോലെ പാരൻറ്റിങ്ങിൽ നമ്മൾക്ക് എനിയഗ്രാം എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിപ്പിക്കുകയും അവരെ എങ്ങനെ നർച്ചർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മാരേജ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എനിയഗ്രാം നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന, ഇത് എങ്ങനെ ഉപയോഗിക്കാം, നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ വർക്കൗട്ട് ചെയ്യാനും അതിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് എനിയഗ്രാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളുടെ സബ്ജക്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ നമ്മളുടെ ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എനിയഗ്രാം എന്ന ടൂളിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന്. പിന്നെ ഓരോ ടൈപ്പിൻ്റെയും 3 അവസ്ഥ, റെഡീംഡ്, അൺറെഡീംഡ്, ബാലൻസ്ഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡിനെ കുറിച്ചിട്ടാണ് പിന്നീടൊരു ടോപ്പിക്സ് വരുന്നത്. പിന്നെ ഇതിൽ അൺറെഡീംഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ഷാഡോസ്, അവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അവരുടെ അതേപോലെ എനിയഗ്രാം ഓരോ പേഴ്സണാലിറ്റിയിലും അവർക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടിയിരിക്കുന്ന ട്രോമാസ്, അതിനെ എങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എങ്ങനെ നടത്താൻ പറ്റും. അതേപോലെ ഓരോ ടൈപ്സിനും ഉണ്ടാകുന്ന കോമൺ ആയിട്ട് വരുന്ന അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ എന്താ പറയുന്നത്, സെൽഫ് പ്രിസർവേഷൻസും സോഷ്യൽ ആൻഡ് സെക്ഷുവൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ എങ്ങനെയാണ് എനിയഗ്രാം ത്രൂ വിശദീകരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിയഗ്രാം എങ്ങനെ ഉപയോഗിക്കാം. പിന്നീട് എനിയഗ്രാം ഉപയോഗിക്കുന്ന മറ്റൊരു ശാസ്ത്രമാണ് ഇതൊരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. എനിയഗ്രാമിനും ആൻഡ് സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ എനിയഗ്രാം തെറാപ്പികളുണ്ട്, കോച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ എനിയഗ്രാമും കൾച്ചറും, നമ്മളുടെ രാജ്യത്തിൻ്റെ കൾച്ചറും എങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നു,
ഇതിനെക്കുറിച്ചൊക്കെയാണ് പിന്നീട് അതിൻ്റെ ഒരു ടോപ്പിക് ഇത് വരുന്നത്.